Good afternoon, everyone. Good afternoon. Okay, good afternoon. Can you hear me? Good afternoon, Miss. Good afternoon, ma'am. Okay, good afternoon. Start ചെയ്യാം നമുക്ക്. Start with prayer, word of the day, and signing. Start ചെയ്യൂ. എല്ലാവരും ജോയിൻ ആവുന്നേ ഉള്ളൂ. ഓക്കെ, പ്രയർ ആരാണ് ചൊല്ലുന്നേ? എന്താണ് ഇതൊന്നും മിണ്ടാത്തേ? ഞാൻ പറയാം. Okay. Prayer. Almighty God, make me an instrument of your peace. Where there is hatred, let me sow love. Where there is injury, pardon. Where there is doubt, faith. Where there is despair, hope. Where there is darkness, light. And where there is sadness, joy. Oh, Divine Master, grant that I may not so much seek to be consoled as to console, to be understood as to understand, to be loved as to love. For it is in giving that we receive. It is in pardoning that we are pardoned, and it is in dying that we are born to eternal life. Almighty God, bless our college, the management, teaching and non-teaching staff, students, parents, and also enter this temple of wisdom. Shower your grace on us that we grow in knowledge and wisdom, societal responsibility, and concern for the poor and the marginalized. Okay. Good afternoon to everyone. We are very happy to see you all together here. Thank you all for joining us here today at this class. I would like to a warm welcome to our respected Ashwati Miss and all my friends. Thank you. Yes. Good afternoon, ma'am. Thought of the day. Education is not only a ladder of opportunities, but it is also an investment in our future. Okay. So, for you all? Fine, ma'am. Fine, ma'am. Fine, ma'am. Okay. Yeah. Then lunch കഴിച്ചോ? Have you lunch? Yes. Okay. അപ്പൊ ready ആണോ എല്ലാവരും? Are you ready for the topic presentation? Yeah, ready. Okay. So, text your name. Who is going to first present the topic? Topic is confidence. Okay. Are you prepared for that? എല്ലാരും പ്രിപ്പയർഡ് ആണോ? എന്താണ് റെസ്പോണ്ട് ചെയ്യാത്തെ? എന്തൊക്കെ ചോദിച്ചിട്ട് ഇണ്ടാത്തെ? കേൾക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് പറയുന്നതൊക്കെ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? പ്രിപ്പോസിഷൻ അല്ലേ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്രിപ്പോസിഷൻസ് അല്ലേ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പൊസിഷൻ ആണോ? ഇന്ന് മോള് അറ്റ് ടോപ്പിക് അല്ലാതെ ഏത് ചോദിച്ചത് മാറിപ്പോയി. ഓക്കെ, അപ്പൊ ക്ലാസ് എടുക്കൂ. ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ പ്രിപ്പോസിഷൻ ആണ്? ഇൻ, ഓൺ, അറ്റ്. ഇൻ, ഓൺ, അറ്റ്. 3 പ്രപ്പോസിഷൻസ്. ഓക്കെ, ആരൊക്കെയാണ്? പേരൊന്ന് ടെക്സ്റ്റ് ചെയ്യാവോ? എന്താണ് ഭയങ്കര മടിയാണല്ലോ നിങ്ങൾക്ക്? എന്ത് പറ്റി? ആക്റ്റീവ് ആണോ എല്ലാവരും? യെസ് മാം. അന്ന് പ്രസന്റ് ചെയ്യാത്തവരെ ഇന്ന് പ്രസന്റ് ചെയ്യാൻ അങ്ങനെയായിരുന്നു മാം പറഞ്ഞിരുന്നത്. അതെ അതെ, പക്ഷെ ആരും പറയുന്നില്ലല്ലോ.
ആർക്കും താല്പര്യമൊന്നുമില്ല അല്ലെ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം, പ്രസന്റ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അടുത്തൊരു പ്രപ്പോസിഷൻ എഴുതിക്കോളൂ കേട്ടോ. പ്രപ്പോസിഷൻ ഓക്കെ. പ്രപ്പോസിഷൻ സിൻസ് ആണ് കേട്ടോ. നോട്ട്ബുക്ക് എടുക്കുക, ഹാൻഡ് റൈറ്റ് ഹീറ്റിംഗ്. പ്രപ്പോസിഷൻ സിൻസ്. ഓക്കെ, ശരി. സിൻസ് പ്രപ്പോസിഷൻ സിൻസ് എന്ന് പറയുമ്പോ മീനിങ് മുതൽ എന്നാണ് ഉണ്ടാവുക. ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണെന്ന് പറയും. മീൻസ് നമ്മൾ ബ്രാക്കറ്റിൽ ഒരു മീനിങ് എഴുതി വെക്കും. സിൻസ് മീൻസ് മുതൽ. മുതൽ എന്ന് പറയുമ്പോ രാവിലെ മുതൽ, രാത്രി മുതൽ, അല്ലെങ്കിൽ ഡേ ആണെങ്കിൽ മൺഡേ മുതൽ, ഡേറ്റ് ആണെങ്കിൽ ഒരു 22nd മുതൽ, ഇയർ ആണെങ്കിൽ 2012 മുതൽ, പിന്നെ ജാനുവരി മുതൽ, ഏജ് ആണെങ്കിൽ 5 വയസ്സ് മുതൽ, എല്ലായിടത്തും നമ്മൾ മുതൽ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? മലയാളത്തിൽ അങ്ങനെയല്ലേ? മുതൽ നമ്മൾ എല്ലാ ഇപ്പോ ഡേറ്റിന്റെ കൂടെയാണെങ്കിലും ഇയർ, മന്ത്, ടൈം, ഏജ്, ഇതിന്റെ കൂടെ നമുക്ക് മുതൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതേപോലെ തന്നെയാണ് സിൻസ് എന്ന് പറയുമ്പോൾ മീനിങ് എന്താണ്? മുതൽ എന്നാണ്. സിൻസ് പ്രപ്പോസിഷൻ പറയുമ്പോൾ ചിലപ്പോ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. കാരണം അത് നമ്മള് ടെൻസില് പെർഫെക്റ്റിലാണ് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സംഭവം മനസ്സിലായല്ലോ. അപ്പൊ പോയിന്റ് ബേസ് ആയിട്ട് എഴുതാ എവിടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സിൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ആണ് എന്ന് പറയാം. സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് പറയാം. പോയിന്റ്സ് ചെയ്തു നമുക്ക് എവിടേക്ക് യൂസ് ചെയ്യാൻ പറ്റും സിൻസ്? ടൈം അല്ലെ? ടൈമിൽ യൂസ് ചെയ്യാം. ടൈം പറയുമ്പോൾ നമുക്ക് സിൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടൈം, then date, day, month, year, age, then morning, afternoon, evening എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ എന്താണ് ഈ പറയുന്ന ഈവനിങ് ആണെങ്കിൽ നമുക്ക് ഈവനിങ്ങോ നൈറ്റോ എവിടെ വേണമെങ്കിൽ നമുക്ക് മുതൽ ആഡ് ചെയ്യാൻ പറ്റും. സിൻസ് ആഡ് ചെയ്യാലോ. ഓക്കെ, ടൈം, ഡേ, ഡേറ്റ്, ഇയർ, മന്ത്, ഏജ് ആൻഡ് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ് എല്ലാത്തിന്റെ കൂടി നമുക്ക് പറയുന്ന സിൻസ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എക്സാം ചെയ്തിക്കോളൂ കേട്ടോ. I have been studying since 9 a.m. She has been a teacher since 2009. He has been living in London since April.
I have been wearing glass. I was 40. Okay. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ വെച്ചാല് I have been studying since 9 AM എന്ന് പറയുമ്പോ രാവിലെ 9 മണി മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. രാവിലെ 9 മണി മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു മീനിങ് വരുന്നുണ്ട് അല്ലെ? കണ്ടിന്യൂസ് പ്രോസസ് ആണ് നമ്മൾ തുടങ്ങിയിട്ട് ഇതുവരെയും അവസാനിപ്പിച്ചിട്ടില്ല. സോ രാവിലെ 9 മണി മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ മുതൽ എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് 2025 മുതൽ അവൾ ടീച്ചറാണ് എന്നാ പറയുന്നത്. 2015 since 2015 she has been a teacher. ടീച്ചറാണ് 2015 മുതൽ ടീച്ചറാണ്. And he has been living in London since April. ഏപ്രിൽ മുതൽ ലണ്ടനിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് ആണ് കേട്ടോ. അപ്പോ എവിടെ വേണമെങ്കിലും നമുക്ക് മുതൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ? ഇതാണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പറയുമ്പോ അത് കാരണമാണ് ഈ ഹാസ് ബീനും ഹാവ് ബീനും ഒക്കെ ആഡ് ചെയ്യണേ. യെസ്, ടെൻസ് വൈസ് ആണ് കേട്ടോ. ടെൻസ് എടുക്കുമ്പോ ഞാൻ കാണിച്ചത് പറഞ്ഞുതരാവേ. ഓക്കെ, ദെൻ ഞാൻ ജനുവരി മുതൽ ജിമ്മിൽ പോകും എന്ന് പറയാം. I have to go to gym since January. പറയാലോ. ഇപ്പൊ ക്രിസ്മസ് വരുന്നുണ്ടല്ലോ, ന്യൂ ഇയർ വരുന്നുണ്ട്, കുറെ റെസൊല്യൂഷൻസ് ഒന്നും ചെയ്യാലോ. സെൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് എന്ത് പ്രപ്പോസിഷൻ സെൻസ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഡ്യൂറിംഗ്. ഡ്യൂറിംഗ് എന്ന് പറയുന്ന ഒരു കാലയളവാണ് കേട്ടോ. നമ്മൾ കാലയളവിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ കൂടിയാണ് ഡ്യൂറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ ക്ലാസ്സിൽ നടക്കുന്ന സമയത്ത് ഇപ്പൊ ക്ലാസ്സിന്റെ ടൈം എത്രയാണ്? 1:30 to 2:30 ആണ്. ഈ 2:30 എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഒരു പീരീഡ്, ഒരു കാലയളവാണ്, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് ആണ്. ആ ഒരു 1 hour നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ 1 hour നടക്കുന്ന എന്ത് കാര്യം പറയുമ്പോഴും നമുക്ക് ഈ ഡ്യൂറിംഗ് ദ ക്ലാസ് യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ പറയാം മഞ്ജു ടേക്സ് നോട്ട്സ് ഡ്യൂറിംഗ് ദ ക്ലാസ്. ക്ലാസ് നടക്കുന്ന സമയത്ത് മഞ്ജു നോട്ട് എഴുതാണ്. മനസ്സിലായോ? നോട്ട് എഴുതാണ്. അപ്പൊ എന്തൊരു പീരീഡ് ആണെങ്കിൽ അത് ഇപ്പം ടൈം പീരീഡ് ആയിക്കോട്ടെ, മന്ത്ലി ആ ഒരു പീരീഡ് ആയിക്കോട്ടെ, എന്ത് പീരീഡ് ആണെങ്കിലും ആ ഒരു ടൈം പീരീഡ് ഉണ്ടെങ്കിൽ ആ ടൈം പീരീഡിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഡ്യൂറിംഗ് വെച്ച് വേണം പറയാൻ. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി ഈസ് 9 months പീരീഡ് ആണ് അല്ലെ. 9 monthsൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലെ. ഏറ്റവും പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു കാര്യം പ്രഗ്നൻസി പറയുന്നതാണ്. പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ക്രേവിങ്സ് തോന്നിയ ഒരു ടൈം കൂടിയാണ് പ്രഗ്നൻസി എന്ന് പറയാം അല്ലെ. സോ സിമ്പിൾ പറയാലോ, I felt cravings during my pregnancy. പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ക്രേവിങ്സ് തോന്നി എന്ന് പറയാം. അത് ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പീരീഡ് ആയിക്കോട്ടെ, ടൈം പീരീഡ് ആയിക്കോട്ടെ, മന്ത്ലി പീരീഡ് ആയിക്കോട്ടെ, എന്ത് പീരീഡ് ആയിക്കോട്ടെ, കാലയളവാണ്. സോ ആ കാലയളവിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട ഒരു പ്രപ്പോസിഷൻ ആണ് ഡ്യൂറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ, എക്സാമ്പിൾ ചെയ്തോളൂ. ഇതിന്റെ പോയിന്റ് വൈസ് ആയിട്ടൊന്നും പറയാനില്ല. ഇന്ന സ്ഥലത്ത് യൂസ് ചെയ്യണം എന്ന് നമുക്ക് പറയാനില്ല. പീരീഡ് ആണെന്ന് മനസ്സിലാക്കുക, കാലയളവാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, during the exam you can't speak. എക്സാമിനാണെങ്കിൽ ഒരു ടൈം ഉണ്ട്. എക്സാമിന്റെ ടൈമിൽ സംസാരിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. during the exam you can't speak. She kept talking to me during the film. ചിലപ്പോ അടുത്ത സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
I take notes during the class. ക്ലാസ്സിനിടയിൽ ഞാൻ നോട്ട് എഴുതുന്നു. ഇടയിലല്ല, ക്ലാസ് നടക്കുന്ന സമയത്ത്. He fell asleep during the movie. We visited London during our holidays. Okay. During എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, ഒരു പീരീഡ് ആണ്. ഓക്കെ, ക്ലിയർ? ഇപ്പൊ എടുത്ത സിൻസും ഡ്യൂറിങ്, ഈ രണ്ട് എക്സാമ്പിൾസ്, രണ്ട് പ്രപ്പോസിഷൻസ് ക്ലിയർ ആയോ? ക്ലിയർ? യെസ് മാം. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ. സിൻസ് വെച്ചിട്ട് ഒരു 5 എണ്ണം, ഡ്യൂറിങ് വെച്ചിട്ട് ഒരു 5 എണ്ണം. ഓക്കെ, അങ്ങനെ 10 എക്സാമ്പിൾസ് ഒരുമിച്ച് ടൈപ്പ് ചെയ്യാം. ടെക്സ്റ്റ്. ഓക്കെ, ചെയ്യൂട്ടോ, എല്ലാവരും ചെയ്യണം, നിർബന്ധമാണ്. സെന്റൻസ് വൈസ് തെറ്റിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കറക്റ്റ്ലി ആ പ്രപ്പോസിഷൻ യൂസ് ചെയ്താൽ മാത്രം മതി. സെന്റൻസ് തെറ്റാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല എനിക്ക്, കാരണം ടെക്സ്റ്റ് പഠിക്കാതെ നമുക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് ആലോചിച്ച് ടൈം എടുത്ത് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ആരും ലീവ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. ക്ലാസ് ബോറടിച്ചിട്ടും അത് ചെയ്യാൻ മടി കാണിച്ചിട്ടും ഒരു കാര്യവുമില്ല, നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരാൻ. ഓക്കെ, അത് മനസ്സിലാക്കാം കേട്ടോ. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യും, പെട്ടെന്നല്ല, ആലോചിച്ചെടുത്തോളൂ, ടെക്സ്റ്റ് ചെയ്യണം. ഓക്കെ,
കുറച്ചുകൂടെ ടെക്സ്റ്റ് ചെയ്ത് വായിക്കാം. I have been attending online class since July. He has been mechanic. He has been a mechanic since 2020. She has been living in Malappuram since December. I have been driving scooty since when I was 18. Okay. My son has been practicing football since 6 years. Okay. He has been a doctor since 2020. He has been living in USA since June. I have been a teacher since 2021. She swims every day during the summer. Okay. My child studies since 6 p.m. She has been a doctor since 2001. My brother is living in Kochi since June. My child is sleeping during the movie. I haven't seen him since then. It's 10 years since we last met, since it was raining yesterday afternoon. The restaurant is open during the day. The lights went out during the storm. She swims every day during the summer. I haven't seen him since yesterday. Eaten since breakfast. I've been feeling a bit tired lately. I have been thinking about changing careers. I have been trying to call you all in the morning. I have been reading a really interesting book. I have been learning how to cook new dishes. I have been enjoying this nice weather this week. ഇതില് വിദ്യ സിൻസ് ഇല്ല, ആണല്ലോ. ഓക്കെ, സിൻസ് വെച്ചിട്ടാണ് പ്രപ്പോസിഷൻ വെച്ചിട്ടാണ് നമ്മൾ എക്സാമ്പിൾ ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ ഇതിൽ സിൻസ് ഇല്ല. Okay. Then when see during the online class you can speak. We visit OT during on vacation. I am happy during my mother. It has been raining since morning. We are friends since childhood. She kept talking to me during the prayer. My daughter crying during my online class. He woke during this time. Okay. Don't make noise during the baby is sleeping. You know, we want to go to a trip during Christmas vacation. I will attend my class carefully to be class time. My daughter have been studying since 8 p.m. We have been living here since 2013. I have been here since one day. We have lived in this house since 2010. I have been studying since 10 a.m. It has been raining since last week. She has worked at this company since 2020. We ate food during the movie. I haven't seen Nila since high school. It's been 8 years since we last met. I have been dreaming of this since I was 8. During I watched television during a break in my studies. They met her during the presentation. There is no school during September. Okay. Since then she had not seen him. She's been birth since morning. She has been music class study since evening. I'm visited in Palakkad since January. I'm visited Palakkad. That's all. She has been in music class. Okay. Then he has lived here since 2000. Since his wife went away, he has been waiting for her. When he has not been newspaper since she left home. I have been driving since 10 a.m. Yeah. He has been a doctor since 2000. I have been driving car since I was 25. I have been working since last February. She has been watching TV since 6 p.m. I haven't eaten everything since morning. I have been eating since last month. My child is studying since 7 p.m. I have been busy since this morning. We have known each other since high school. It has been raining since yesterday. She hasn't seen him since the party. The company has been in this location since 1995. We're watching after there. Maya has been living in Canada since January. My grandmother wearing glasses since she was 82.
I have been calling since every morning. Manu wished to see during this holiday. She kept talking to me during the class. My student called us during class. Since 1945, she is working. Since morning, I'm hungry. His mom and dad stays alone since January. I live in Kerala since 2020. Actually, started studying since 17. No one is allowed to speak during the class. During our rain, we got abused rainfall. During my leaves, I will be not available on phone. I have been back pain during my pregnancy. Okay, use will phone during the meeting. We must tell by communication. During the class, we can speak. I watch TV during a break in my studies. There is no school during April. I sleep during lunch. The plans will be discussed during this time. You work during this time. Okay. Sentence wise നോക്കുകയാണെങ്കിൽ അവിടെ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട് പക്ഷെ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ അത് ഫോളോ ചെയ്യണ്ട പ്രപ്പോസിഷൻ മനസ്സിലായിട്ടുണ്ട് അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ക്ലിയർ ആണ് ഓക്കെ കുറച്ചു നേരം ടെക്സ്റ്റ് ചെയ്യണുണ്ടല്ലോ ചെയ്യൂ Vidya. Yes. What a timing. Maybe they will choose the text. She has been waiting for the best for a long time. Okay. Vidya. Vidya, കേൾക്കുന്നുണ്ടോ? Vidya, Selvaraj. വിദ്യ കേൾക്കുന്നുണ്ടോ? Yes, ma'am. വിദ്യ പ്രപ്പോസിഷൻ മനസ്സിലായോ? Okay, just മനസ്സിലായിട്ടുണ്ട് മാം. സീരിയസ് ആയിട്ട് ചോദിച്ചാണോ? മനസ്സിലായോ? അല്ലെങ്കിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ അതോ പ്രപ്പോസിഷൻ മനസ്സിലാവാഞ്ഞിട്ടാണോ? മനസ്സിലായി മാം, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഓക്കെ അല്ല പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ എക്സാമ്പിൾസില് സിൻസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്തു പക്ഷെ സിൻസ് മിസ്സിംഗ് ആണ്, സിൻസ് യൂസ് ചെയ്തിട്ടില്ല. പ്രപ്പോസിഷൻസ് മനസ്സിലായി, ക്ലാസ്സിൽ പറഞ്ഞത് എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്ന് ഏകദേശം ഐഡിയ ഉണ്ടോ? മനസ്സിലായി മാം, അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, ജസ്റ്റ് മനസ്സിലായി. പ്രാക്ടീസ് ചെയ്യണം മാം, ടൈം കിട്ടിയില്ല അതുകൊണ്ടാ. Okay, okay. Then I have been studying since same. She has been studying since 2016. I have been attending online class since July. My brother her third since November. Okay. Okay. ഓ എനിക്ക് നിങ്ങൾ അയച്ചതിൽ നിന്ന് മനസ്സിലായത് നിങ്ങൾക്ക് പ്രിപ്പോസിഷൻസ് ഓക്കെ ആണ്, മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് സെന്റൻസിൽ കംപ്ലീറ്റ് ചെയ്യാനും സെന്റൻസിൽ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റുന്നില്ല അല്ലെ? ടെക്സ്റ്റ് ചെയ്ത് വായിച്ചില്ലയോ? Okay. The school has been started since 1950. He has been playing football since 10 a.m. She has been a doctor since 2005. I have been joined this company since 2000. I have been using mobile since I was 20. I have my lunch during lunch break. I visited grandma. I visited grandma during my vacation. I slept during class. I feel very sleepy during the pregnancy. Okay. Then since the morning, I have been waiting for your call. We have been with friends since our childhood. This institution has been teaching Hindi since 1947. I have been using this pen since 2 months. I have been going to this park since 2001. She saw a bird during the class. During my leisure time, I watched TV. During my pregnancy, I wore flat chapel. I keep down during assembly. Audience gave good comments during her performance. Okay. ഇത് വായിച്ച് ഞാൻ ഫ്ലുവൻസ് ആകും അല്ലെ? ഒരുപാട് വായിക്കുന്നുണ്ട് ഞാൻ, അത്യാവശ്യം ഫ്ലുവൻസി വരുന്നുണ്ട് എനിക്ക് അല്ലെ? ശരിക്കും നിങ്ങളല്ലേ ഇത് വായിച്ചു പറയേണ്ടത് അല്ലേ? എന്താ സുഖം നോക്കിയ ടെക്സ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് സെൻഡ് ചെയ്യാ, എന്നിട്ട് ഞാൻ ഇന്ന് വായിക്കണം. കൊള്ളാം. വായിച്ചില്ലെങ്കിൽ പറഞ്ഞ് വായിപ്പിക്കുകയും ചെയ്യും. നല്ല സ്റ്റുഡൻസ് ആണ് നിങ്ങളെ, ഇഷ്ടമായി നിങ്ങളെ. During he must have changed clothes during the night. He must have changed clothes during the night.
She was not her friend during the day. The restaurant is closed during the kids' winter season. Kite or kit. During the class time, don't use body form. Okay. Okay. ഇനി മുതല് ടെക്സ്റ്റ് ചെയ്യാ. ടെക്സ്റ്റ് ചെയ്തവൻ ആരാണോ അവര് വായിക്കാം. കേട്ടല്ലോ? അങ്ങനെ ഇപ്പൊ വെറുതെ ഇരിക്കണ്ട. ഞാനിത് ഇത്ര നേരം വായിക്കുന്നു. ക്ലാസ് എടുക്കുമ്പോഴാണ് നിങ്ങൾ അയക്കുന്നതൊക്കെ വായിക്കുകയും വേണം അല്ലെ? അപ്പൊ ഇനി ചെയ്യേണ്ടത് ടെക്സ്റ്റ് ചെയ്യാ. ആരയച്ചോ അത് വായിക്കണം. കറക്റ്റ് ഫ്ലുവൻസിയില് ഇപ്പൊ ഞാൻ വായിക്കുന്ന പോലെ കറക്റ്റ് പ്രൊണൗൺസിയേഷനിൽ വായിച്ചേ പറ്റൂ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ചോദ്യമൊന്നും കുറച്ചിട്ടൊന്നുമില്ല. ഓക്കെ ആണ്. ഓക്കെ, അതും പറഞ്ഞ് ഞാൻ ടെക്സ്റ്റ് ചെയ്യാതിരിക്കണ്ട. കേട്ടല്ലോ? ഓക്കെ, കാരണം നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാൻ പറയുന്നത് എന്താന്ന് വെച്ചാലേ നിങ്ങൾ പറയുന്നത് ചിലപ്പോ എനിക്കത് മനസ്സിലാവണമെന്നില്ല കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ എനിക്ക് അറിയാലോ നിങ്ങൾ എന്താ ടെക്സ്റ്റ് ചെയ്തത്. എനിക്ക് കുഴപ്പമില്ല, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ ക്ലിയർ ആണ്, ഓക്കെ ആണ്, പ്രപ്പോസിഷൻസ് ഒക്കെ ഓക്കെ ആണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ ശരിക്കും ആരൊക്കെയാണ്? നിങ്ങൾ എന്തിനാണ് കോഴ്സിൽ ജോയിൻ ചെയ്തത് അറിയോ? എന്താണ് പേർപ്പസ്? എന്താണ്? ചുമ്മാ എൻജോയ് ചെയ്യാ, അതിന്റെ വന്നാണോ? ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഇടക്കിടക്ക് ഓർക്കണം നല്ലതാണ് കേട്ടോ. അത് എന്തിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, എന്തിനാണ് ഞാൻ വന്ന് പഠിക്കുന്നത്, ഓണം വെച്ചിരിക്കുന്നത് എന്തിനാണ്, ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. ഓക്കെ, ഇത്രയും നാള് പഠിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ചുമ്മാ അങ്ങോട്ട് പോയിരിക്കുക, കേൾക്കുക, പോരാ അല്ലെ? മാർക്ക് വരുമ്പോ കൊട്ടക്കണക്കിന് മാർക്കും ഉണ്ടാവും. ശരിയല്ലേ? എന്നിട്ട് ഇംഗ്ലീഷ് പഠിച്ചു ഇല്ല, എക്സാമിന് വേണ്ടി എന്തൊക്കെയോ പഠിച്ചു, ഇവിടെ വരെ എത്തി. ടീച്ചർ ആവാൻ വേണ്ടി ഒരു കോഴ്സ് എടുത്തു, ഇവിടെയും അതേപോലെ തന്നെ ക്ലാസ്സിൽ ഇരിക്കുക, വന്ന് പഠിക്കുക, സുഖം. ജോലി കിട്ടുമ്പോ എന്താ ചെയ്യാൻ പോണെ? ടീച്ചറായി നിങ്ങൾ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കും, നിങ്ങൾ എന്ത് ചെയ്യും? കഷ്ടപ്പെടണം, പഠിക്കണം, മനപ്പാടമാക്കണം. അത് മനസ്സിലായപ്പോ എളുപ്പം അല്ലെ? നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്നു, ഞാൻ വായിക്കുന്നു അല്ലെ? ഇതാ സുഖം. അപ്പൊ ഒരു കാര്യം ചെയ്യണം കേട്ടോ, നിങ്ങൾ ടീച്ചേഴ്സ് ആണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മാത്രം പോരാ. അതായത് ഞാനത് തമാശക്കായിട്ടോ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ടീച്ചേഴ്സ് ആണെങ്കിൽ ഇവിടെ മുതലേ പഠിക്കാട്ടോ. മീൻസ് നമ്മളൊരു ക്ലാസ്സിൽ പോകുമ്പോ നിങ്ങൾ എപ്പോ വിചാരിക്കും മിസ് ഞാൻ അവിടെ പോകുമ്പോ ഞാൻ എടുത്തോളാം, അങ്ങനെ പറഞ്ഞു പോകാം, എളുപ്പമാണ്. പക്ഷേ അവിടെ ചെന്ന് നമ്മൾ ക്ലാസ് എടുക്കുമ്പോ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ടെൻഷനല്ല, നമ്മൾ പ്ലാൻ ചെയ്ത് പോലൊന്നും നടക്കണമെന്നില്ലെന്നേ. നമുക്കൊരു ധൈര്യം വേണ്ടേ? കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ കിട്ടണ്ടേ? പെട്ടെന്ന് നമ്മൾ നെർവസ് ആവും. അവിടെ സ്റ്റുഡൻസ് മാത്രം ആയിരിക്കില്ല ഉണ്ടാവുക കേട്ടോ. ഡെമോ ക്ലാസ് ആണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളോ അതായത് ടീച്ചേഴ്സോ ഒക്കെ അവിടെ വന്നിരിപ്പുണ്ടാവും. മനസ്സിലായോ? അവർക്ക് കാണണ്ടേ നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പൊ അവരുടെ മുന്നിൽ നിങ്ങൾ ക്ലാസ് എടുക്കണം, ഡെമോ ക്ലാസ് കാണിച്ചു കൊടുക്കണം, കൊടുത്തേ പറ്റൂ. പണ്ടത്തെ പോലെയല്ല, അപ്പൊ ഡെമോ ക്ലാസ് മസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ആ ഒരു ഫ്ലുവൻസി, ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു ടോൺ ഉണ്ടല്ലോ, ഇതല്ല ഞാൻ വീട്ടിൽ പറയുന്നത്, അത് ആദ്യം മനസ്സിലാക്കും. ഓക്കെ, അത് നമുക്ക് ക്ലാസ് റൂമിൽ ചെല്ലുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരണം, വന്നേ പറ്റൂ. ലോക്കൽ അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് ലോക്കൽ ജോലി വരുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോ ഇവിടെ നീ പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യൂ എന്ന് പറയുന്നത്. പ്രസന്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പഠിക്കാനും പറ്റും. അത് പറയുമ്പോ ഒരെണ്ണം മിണ്ടൂല. പേര് ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇല്ല, ഞാൻ എന്നോടല്ല പറഞ്ഞത്, ആ ഒരു മട്ടാണ് എല്ലാവരും. അങ്ങനെ ഇരിക്കും. ഞാൻ ഇവിടെ കിടന്ന് ചോദിക്കണം, എന്റെ ആവശ്യമാണ് നിങ്ങളെ കൊണ്ട് പ്രസന്റ് ചെയ്യിക്കലും ക്ലാസ് എടുപ്പിക്കലും, ഇതെല്ലാം എന്റെ ആവശ്യമാണല്ലോ അല്ലെ? നിങ്ങൾക്കൊന്നും ആവശ്യമില്ല, ചുമ്മാ വരാ, പഠിക്കാ, പോവാ, എന്നിട്ട് ജോലി വേണം എന്തായാലും. ഞാനൊരു കാര്യം പറയാം. പറയൂ.
ഇപ്പൊ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞ് 4-ാം മാസത്തിലേക്ക് കടന്ന്. അപ്പൊ ഇതുവരെ എന്റെ കാര്യം പറയാട്ടോ, എനിക്കൊരു പേടിയോ അങ്ങനെ ഒന്നും ഒരു ഇത് വന്നിരുന്നില്ല. പക്ഷെ ഇപ്പൊ മാസങ്ങൾ പോയോണ്ടിരിക്കുമ്പോ നമ്മൾ എക്സാമിക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കില്ല. അപ്പൊ മനസ്സിലൊരു പേടി, എക്സാം എങ്ങനെ എന്താ ഏറെ പേടിത്തെ പാസ്സാവും, ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കണതല്ലേ, ഒരു വേചാറ് പോലെ സത്യമായിട്ടും. ഇങ്ങനെ മാസങ്ങൾ കടന്നു പോകുമ്പോ ഭയങ്കര പേടിയാവുക. ഇതിങ്ങനെ ആലോചന മനസ്സില്. എക്സാമിന് ആലോചിച്ച് നിങ്ങൾ പേടിക്കേ വേണ്ട, അതെന്റെ ഒരു ഉറപ്പാണ് കേട്ടോ. ഇംഗ്ലീഷ് നിങ്ങൾ എന്തായാലും പാസ്സാവും, ഷുവറാണ്. അതിൽ നിങ്ങൾ ഒരു തരത്തിലും പേടിക്കണ്ട. പിന്നെ ഒട്ടും പഠിക്കാത്തതും ക്ലാസ്സിൽ വയസ്സ് ചിലപ്പോൾ നോക്കാം, എനിക്കറിയില്ല. ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരുണ്ടോ? കഴിഞ്ഞ ബാച്ചിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ അങ്ങനെ? എന്തോ കഴിഞ്ഞ ബാച്ചിൽ അങ്ങനെ ആരെങ്കിലും തോറ്റിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്, ക്ലാസ്സിൽ കയറുന്ന എനിക്ക് അറിയില്ല കേട്ടോ, ഫെയിൽ ആയിട്ടുണ്ട്. ഐ തിങ്ക് സോ. എന്റെ ക്ലാസ്സിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, ഇല്ലെന്ന് തോന്നുന്നുണ്ട്. എന്റെ ക്ലാസ്സിൽ ഇല്ലാന്ന് തോന്നുന്നു. നമുക്കിപ്പോ എത്ര മാർക്ക് വേണോ പാസ്സാവണമെങ്കിൽ? നിങ്ങൾക്ക് ടേം എക്സാം പോലും ആയിട്ടില്ല, ഇപ്പോഴേ അത് ഓർത്ത് എന്ത് കാര്യമുണ്ട്? ക്ലാസ്സിൽ മര്യാദ ശ്രദ്ധിച്ചാൽ പോലും മാർക്ക് കിട്ടും. അത് ചെയ്യാതെ വെറുതെ ടെൻഷൻ അടിച്ചു കൂട്ടാം. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കാം. ലൈവ് ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യാം. എന്താണെങ്കിലും ഞാൻ പറയുന്ന പോലെ തന്നെ എന്റെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം മാർക്ക് കിട്ടും. ഓക്കെ, ആ ഒരു നിങ്ങളെ തന്നെ കുറിച്ച് വിശ്വാസം വേണം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ല, അതാണ് സത്യം. ഓക്കെ, അതാണ് സത്യം. വിശ്വസിക്കൂ, നിങ്ങൾ പാസ്സാവൂ. വിശ്വസിക്കൂ, നിങ്ങളെ തന്നെ വിശ്വസിക്കൂ. ഓക്കെ, പിന്നെ ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ട് നമ്മൾക്ക് ജോലി നേടാനായിട്ട് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റിന് ഇത്രയും പെർസെന്റേജ് വേണമെന്ന് ടീച്ചർമാർക്കില്ല. ബിക്കോസ് നമ്മൾ ജോലി ഇന്റർവ്യൂക്ക് വേണ്ടി പോകുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് നോക്കുമല്ലോ, അതിനകത്ത് നമ്മളുടെ സർട്ടിഫിക്കറ്റിനകത്ത് കിട്ടുന്ന മാർക്കിങ്ങിന്റെ ബേസിസിലാണോ ജോലി കിട്ടുന്നത്, അതോ ഇന്റേൺഷിപ്പിന് പോകുന്നപ്പോഴാണെന്ന് അറിയുമോ? 7 മാസം കഴിഞ്ഞിട്ട്. നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവാറുണ്ടോ? അപ്പൊ ഇല്ല മാം, മീൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പിന് പോകുമ്പോ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടാവാറുണ്ടോ? ഇല്ല. ഇന്റേൺഷിപ്പിന് പോയിട്ട് അവിടെ ജോലിക്ക് കയറിയവരുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോ ബാച്ച് 16 ആണ്. 18 ബാച്ച് ഉണ്ട്. 18 ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ, എനിക്ക് തോന്നുന്നു 1 മന്ത് ആയിട്ടുള്ളൂ. ഒരു കുട്ടിക്ക് അവിടെ ജോലി കിട്ടി. ആ കുട്ടി ഇപ്പൊ ക്ലാസ്സിൽ കയറുന്നില്ല, പക്ഷെ ജോലി പ്ലേസ്ഡ് ആയി, ആസ് എ ടീച്ചർ ആയിട്ട് പ്ലേസ്ഡ് ആയി. അത് സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ടാണോ? ആണോ? നോക്കിയേ നിങ്ങൾക്ക് മാർക്ക് ഉള്ളതുകൊണ്ടാണോ? അല്ല, സ്കില്ല് വേണം. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ഞാൻ പഠിപ്പിക്കൂ, ക്ലാസ് എടുക്കൂ. ഒരു സ്കില്ല് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ. മാർക്കൊന്നുമല്ല കാര്യം. ഞാൻ ഇപ്പോഴും പറയാണ്, പണ്ടത്തെ കാലമല്ല. പണ്ട് കുറെ സർട്ടിഫിക്കറ്റും മാർക്കും കൊണ്ട് ചെന്ന് നമുക്ക് ജോലി കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പഠിപ്പിക്കാൻ കഴിവുണ്ടോ? ടീച്ചറാണ്. ബി എഡ് ഉള്ള എല്ലാവരും ടീച്ചേഴ്സ് ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ബി എഡും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമുക്കൊരു ടീച്ചിങ് ആ ഒരു കേപ്പബിലിറ്റി, നമുക്ക് ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവര് സാറ്റിസ്ഫൈഡ് ആണോ? നമുക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അവര് പഠിക്കുന്നുണ്ടോ? എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബോറടിക്കാതെ ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരു സ്കൂള് നോക്കുന്നുണ്ട്, അങ്ങനെയല്ലേ നോക്കുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളൊരു സ്കൂൾ നടത്തുന്ന ഒരാൾക്കാരാണെന്ന് വിചാരിക്കും, മാനേജ്മെന്റ് ആണെന്ന് വിചാരിക്കും. നിങ്ങൾ ഒരു ടീച്ചർ എങ്ങനെ ഹയർ ചെയ്യാം? അത്രയും ചിന്തിച്ചാൽ മതി. മനസ്സിലായോ? അതുകൊണ്ട് മാർക്കല്ലാട്ടോ ഇമ്പോർട്ടൻസ്. അത് ഇപ്പോഴും മനസ്സിലാവും. ഞാൻ ഇപ്പോഴും പറയാറുണ്ടല്ലോ, എക്സാമിന് 100-ൽ 100 കിട്ടി, സ്കില്ലില്ല, ജോലി കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ പഠിക്കാലും എനിക്ക് മോണ്ടിസോറിക്ക് 100-ൽ 100 ഉണ്ട്, എനിക്ക് വേണം, എനിക്ക് ജോലി വേണം എന്ന് പറഞ്ഞാൽ തരില്ല അവര്. ഡെമോ ക്ലാസ് എടുക്കാൻ പറയും. എന്നാ പിന്നെ ഡെമോ ക്ലാസ് എടുക്കാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഡെമോ ക്ലാസ്സിൽ നിങ്ങൾ എടുക്കുന്ന പൊട്ടത്തരമാണെങ്കിൽ നിങ്ങൾക്ക് ജോലി തരുമോ? തരില്ല. ആ സമയം നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, പക്ഷെ നിങ്ങൾ ഡെമോ ക്ലാസ് നന്നായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഉറപ്പാണ്, ഓൺ ദ സ്പോട്ടിൽ ജോലി കിട്ടും. അതുപോലെ തന്നെ കോൺഫിഡൻസ് ലെവല്. കോൺഫിഡന്റ് ആണോ?
നമ്മൾ നല്ല ക്ലാസ് എടുക്കുന്നുണ്ടോ? അത് മതി. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പ്രസന്റ് ചെയ്യൂ. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. ഇത് മനസ്സിലായോ? ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മൾ നേരെ ജോലിക്കാണ് പോകുന്നത്. ഞാൻ എന്റെ കോളേജ് ടൈമിലാണ് അങ്ങനത്തെ ഒരു ഇന്റേൺഷിപ്പ് ചാൻസ് കിട്ടിയത്. പക്ഷെ അതിക്ക് മുന്നേ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. നമ്മൾ സ്കൂൾ ടൈമിൽ കോളേജ് ടൈമിൽ പഠിക്കുന്ന ടൈമിൽ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾക്കിപ്പോ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഓരോ ദിവസവും ഞാൻ ചാൻസ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രസന്റ് ചെയ്യൂ എന്ന് പറയുന്നത് വെറുതെ അല്ല. ക്ലാസ് എടുക്കുന്ന പോലെ പ്രസന്റ് ചെയ്യൂ എന്ന് ഞാൻ പറയാറുണ്ട്. ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നതോടും നിങ്ങൾ ഓരോ ദിവസവും ഡേ ബൈ ഡേ നിങ്ങൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോലും അറിയുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് കേൾക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഓരോ ദിവസം മാറി. ഒരു 7 month ആകുമ്പോൾ നിങ്ങൾ ടോട്ടലി മാറി. ആ ആൾക്കാരാണ് ഇന്റേൺഷിപ്പിന് പോകുന്നത്. ഇന്റേൺഷിപ്പിൽ പോകുമ്പോ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ എന്തായാലും അവര് അപ്പോയിന്റ് ചെയ്യും. ഷുവറാണ്. മനസ്സിലായോ? ഈ ആ ട്രെയിനിങ് കഴിഞ്ഞു, നിങ്ങൾ പോയി, അവിടെ എപ്പോഴെങ്കിലും ഒരു വേക്കൻസി വന്നാൽ നിങ്ങൾ അവരെ ഓർക്കും. കുട്ടികൾക്ക് അത്രയും ടീച്ചേഴ്സിനെ ഇഷ്ടമായെങ്കിൽ അവരെന്താണ് ടീച്ചറെ കുറിച്ച് ചോദിച്ചു. മാനേജ്മെന്റ് ആണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ആ വന്ന കുട്ടി നല്ല സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് പറയും, വിളിക്കും. അങ്ങനെ എത്രയോ ബാച്ചിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പറയുമ്പോ ഓൺലൈൻ ആണല്ലോ, മോണ്ടിസോറി കോഴ്സ് ഓൺലൈൻ ആണല്ലോ, ഡൗട്ട്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. പക്ഷെ അവര് ചെന്ന് ക്ലാസ് എടുക്കുമ്പോ അവര് പറയും നിങ്ങൾ ഓൺലൈനായിട്ട് പഠിച്ചു തന്നെയാണോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം എന്താണ്? അവരത്രയും നന്നായിട്ട് പെർഫോം ചെയ്യും അവിടെ. മനസ്സിലായോ? അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ നിങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ്, യൂസ് ചെയ്യുന്നില്ല. വളരെ കുറവാണ്. ചെയ്യാത്തവർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോ ചെയ്യാത്തവരെന്നല്ല, ചെയ്യുന്നവരും ചെയ്യണം. ഒരു കാര്യം, പിന്നെ നമ്മുടെ ബയോഡാറ്റ അവർ പറയുന്നുണ്ട് കൊടുത്തു വെക്കാൻ. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു മെയിലൊക്കെ ആകുമ്പോഴത്തേനും ബയോഡാറ്റ തന്നു വെച്ചാൽ മതി, എക്സാം കഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് തന്നാൽ മതി എന്നാ പറഞ്ഞത്. മനസ്സിലായോ? നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മാർക്കാണ് ഇമ്പോർട്ടന്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്ട് ഇപ്പോഴേ മാർക്കിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഒരു ആവശ്യവുമില്ല. പാസ്സാകും നമ്മൾ വിചാരിച്ചാൽ നമ്മൾ എന്തായാലും പാസ്സാകും. എക്സാം വളരെ സിമ്പിൾ ആണ്. ഇംഗ്ലീഷ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുകയാണെന്ന് അറിയില്ല, പക്ഷെ സിമ്പിൾ ആണ്. പഠിക്കുക. എക്സാമിന് മുൻപ് എന്തായാലും ഞാൻ ക്ലാസ് തരും, അതൊക്കെ ഷുവറാണ്. നിങ്ങൾ ഒരിക്കലും എക്സാമിനെ കുറിച്ച് പേടിക്കണ്ട. നിങ്ങളുടെ സ്കില്ലൊന്ന് ഇമ്പ്രൂവ് ചെയ്താൽ മതി. എനിക്ക് വേറെ ഒന്നുമില്ല. എല്ലാവരും ടീച്ചേഴ്സ് ആയിട്ട് കാണണം എന്നാണ് എന്റെ ആഗ്രഹം കേട്ടോ. ടീച്ചർ ആകുക എന്നുള്ളത് എളുപ്പമാണ്, പക്ഷെ ടീച്ചറായി വർക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ടഫാണ്. ഓക്കെ, കുട്ടികളെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് നിങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ അല്ല. നിങ്ങൾ പോകുന്നത് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനാണ്. കുറച്ച് പണിയാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് അടക്കം നമ്മൾ മാറ്റേണ്ടി വരും. ഇപ്പൊ മാം നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ മോണ്ടിസോറി എടുക്കുമ്പോൾ ചെറിയ കുട്ടികളെ ഉണ്ടാവുക. നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോൾ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എന്നാണ് പറയാതെ ഗുഡ് മോർണിംഗ് ചിൽഡ്രൻസ് എന്നാ പറയാ. എന്റെ ഡൗട്ട് ആട്ടാ. മോന്റെ ക്ലാസ്സിലൊക്കെ പറയുന്നത് ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്നാ പറയുന്നത്. എന്റെ മോന്റെ ക്ലാസ്സിലൊക്കെ അതെ. നമ്മുടെ മക്കളെ നമ്മൾ എന്താ വിളിക്കുക? അത് പോയി വിളിക്കണ്ട, വേറെ കാര്യം. പോയി വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ പഠിപ്പിക്കുമ്പേ മോനാ ചെലപ്പോ എന്തൊക്കെ വിളിക്കും, ചെലപ്പോ ചീത്ത പറയും. ഈ ഇജാണ് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ പോണെന്നാ ചോദിക്കും എന്നോട്. ഇവിടെ ഇപ്പൊ പറയാ ഞാൻ ക്ലാസ്സിൽ കയറുമ്പോ വേറൊരു ആളാണെന്ന് പറയാം. ഞാൻ ക്ലാസ്സിൽ കയറുമ്പോ വേറൊരാളാണ്, വീട്ടില് വേറൊരാളാണ്, ഈ റൂമിൽ ഇറങ്ങി വേറൊരാള്. അങ്ങനെയാണ് പൊതുവെ. ഓക്കെ, പക്ഷെ അതും പറഞ്ഞ് മഹാ വൃത്തികെട്ട സ്വഭാവം ഒന്നും എനിക്കില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതേ ഉള്ളൂ. അപ്പോ പറഞ്ഞു വരുന്നത് ക്ലാസ് എടുക്കാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്ലാസ് കാണിച്ചു തരട്ടെ. ഞാൻ എന്റെ ഒരു എം ടി ക്ലാസ് തന്നെയാണ്. അതിൽ കുട്ടികള് ഇതുപോലെ ഞാൻ പറയുന്നതാണ്, അവരോട് പറയാറുണ്ട് പ്രസന്റ് ചെയ്യാൻ പറയും. പക്ഷെ അവര് ക്രിയേറ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്യും. എനിക്കത് ഫോണിൽ ഞാൻ കാണിച്ചു തരട്ടെ. കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, കാണിച്ചു തരാം. ഇത് ഇന്ന് നടന്ന ക്ലാസ് ആണ്. എനിക്കത് ഭയങ്കര
ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചാണ്. ഇതൊരാളാണ് കേട്ടോ. അടുത്തൊരാളാണ്. കണ്ടോ, അവരെ മുന്നില് കുട്ടികളാണെന്ന് വിചാരിച്ചാണ് ഈ ക്ലാസ് എടുക്കുന്നത്. എന്ത് രസമാണ് നോക്കിയേ. അവരിവിടെ ഈ ക്ലാസ് എടുത്തിട്ട് അവർക്ക് സ്കൂളിൽ പോയാൽ അവർക്ക് സിമ്പിൾ ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും, എളുപ്പമാണ്. ഞാൻ പറയാലോ, യൂട്ടിലൈസ് ചെയ്യൂ. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയാറുണ്ട്. ക്ലാസ് എടുക്കുന്ന പോലെ നമ്മുടെ മുന്നിലെ കുഞ്ഞു കുട്ടികളാണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് എന്തെല്ലാം ഐഡിയാസ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാം. ഇതിന് പ്രോപ്പർട്ടീസ് ആണ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രോപ്പർട്ടീസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഒരു എക്സ്പീരിയൻസ്ഡ് ആണോ എന്ന് വിചാരിക്കും. ഇവരും നിങ്ങളെ പോലെ തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രസന്റ് ചെയ്യാനാണെങ്കിൽ. മാറി മാറി വന്നാ ബാച്ച് ഫെബ്രുവരി പാസ് ഔട്ട് ചെയ്ത് പോയി. ഓക്കെ, മനസ്സിലായോ? ഇതിപ്പോ കാണിക്കാൻ കാരണം മനസ്സിലായോ? നിങ്ങളോട് പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ വേണ്ടിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഒരു ടോപ്പിക് തന്നാൽ അത് പ്രസന്റ് ചെയ്യാൻ ആരുമില്ല. ജസ്റ്റ് വന്ന് പ്രസന്റ് ചെയ്ത് പോകും. എനിക്ക് വേണ്ടി ചെയ്യുന്ന പോലെയാണ്. എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. എനിക്ക് വേണ്ടിയല്ല നിങ്ങൾ ക്ലാസ് എടുക്കട്ടെ കേട്ടോ. എന്നോട് പറയണ്ട. അതായത് നിങ്ങളുടെ മുന്നിൽ കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് ഇങ്ങനെയാ ക്ലാസ് എടുക്കാം. ഇതേപോലെ ക്ലാസ് എനിക്ക് പറ്റില്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ അവരോട് പറയുകയും ചെയ്തു, നന്നായിട്ട് ക്ലാസ് എടുത്തു. അപ്പൊ എന്താ, അവർ ക്ലാസ് എടുക്കുമ്പോ ക്ലാസ്സിലെ മറ്റ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവർ കുട്ടികളോ, അവര് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇവര് എന്ത് ചെയ്യും? ഗുഡ് മോർണിംഗ് മീൻസ് ഇവിടുന്ന് റിപ്ലൈ കൊടുക്കും. മനസ്സിലായോ? അപ്പൊ മൊത്തം ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. രസമാണ്. അവരുടെ ക്ലാസ്സിൽ കയറിയിരിക്കാൻ നല്ല രസമാണ്. ഞാൻ തന്നെ ആ ഒരു ലോകത്തേക്ക് അയക്കും. അവരോട് പറയുകയും ചെയ്തു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല പോകുന്നത്. പക്ഷെ എന്ത് രസമായിട്ടാ. മാക്സിമം അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുട്ടികളാണ്, നമ്മളൊരു LKG-ലോ ഒക്കെ പോയി ക്ലാസ് എടുക്കുകയാണ് എന്നൊരു നമുക്ക് ആ ഒരു മൈൻഡിൽ വെച്ചിട്ട് ക്ലാസ് എടുക്കാം. അത് കാണിക്കാൻ കാരണം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് കാണിച്ചു. ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, വേറെ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ഫോൺ കാണിച്ചിട്ടില്ല. ഫസ്റ്റ് ക്ലാസ്സിലാണ് ഇങ്ങനെ ഫോൺ കാണിക്കുന്നത്. പക്ഷെ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചാണ്. അപ്പൊ കിട്ടുന്ന ചാൻസ് എല്ലാം യൂസ് ചെയ്യാം. എന്താണെങ്കിലും ഞാനിപ്പോ പറയുന്ന ടോപ്പിക് ആയിക്കോട്ടെ, ക്ലാസ്സിൽ എടുത്ത പോർഷൻസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് പ്രസന്റ് ചെയ്യാം ആസ് എ ടീച്ചർ. ഓക്കെ, ആസ് എ ടീച്ചറായിട്ട് പ്രസന്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത് ചുമ്മാ വന്ന് എനിക്കിത് വായിച്ചു പോകാനറിയാം. സിൻസ് എന്ന് പറഞ്ഞിട്ട് സിൻസ് യൂസ് ഇൻ ദ പെർഫെക്റ്റ് ടെൻസ് ടു ഷോ ദ എക്സ്പെക്ട് എന്ന് പറഞ്ഞ് ഞാനത് വായിച്ചു പോകും. അങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ടീച്ചർ എങ്ങനെയാ ചെയ്യാ? ഇത് ഞാൻ ഒട്ടും പെർഫെക്റ്റ് ഒന്നല്ല കേട്ടോ. ഞാനിതൊക്കെ പഠിച്ചത് ഞാൻ പഠിച്ചതാ. നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആകാം, കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റാം. ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കുന്ന പോലെ ആയിരിക്കില്ല അടുത്ത ക്ലാസ്സിൽ പോകുമ്പോൾ എടുക്കുന്നത്. വ്യത്യാസമാണ്. എല്ലാം ഒരേപോലെ അല്ല. കാരണം ബൈഹാർട്ട് ചെയ്ത് പറയുന്നല്ലേ തോന്നുന്നു. അതുകൊണ്ടാണ് ക്ലാസ് എല്ലാം എന്റെ എല്ലാ ക്ലാസ്സും ടോപ്പിക് സെയിം ആണെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം ക്ലാസ് എടുക്കാൻ നോക്കാം. എക്സാമിനെ കുറിച്ചിട്ടോ ജോബ് കിട്ടുമോ ഇതൊന്നും ടെൻഷൻ എടുക്കുകയേ വേണ്ട. അതൊക്കെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇതൊക്കെ നിങ്ങളുടെ കൂടെ വരും, ഉറപ്പാണ്. ആദ്യം മനസ്സിലാക്കൂ. ആക്റ്റീവായിട്ടിരിക്കും എപ്പോഴും. ഓക്കെ, ഇവര് ക്ലാസ് എടുത്തപ്പോ ഇവര് രണ്ടുപേരും ഓക്കെ ആയിരുന്നു. വേറെ സ്റ്റുഡൻസിനോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞപ്പോ ആരും ബില്ലിംഗ് അല്ല. അതൊരു കാര്യമാണല്ലോ. ആരും ബില്ലിംഗ് ആയിരുന്നു, രണ്ടുപേര് മാത്രം. കഴിഞ്ഞ ആഴ്ച ഞാനോട് പറഞ്ഞാണ് എന്റെ ടോപ്പിക് ഉണ്ട്, ക്ലാസ്സിലോട്ട് പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞാണ്. രണ്ടുപേര് മാത്രമാണ് എനിക്ക് പേര് ടെക്സ്റ്റ് ചെയ്തത്. രണ്ടുപേര് ചെയ്തു. അതിനുശേഷം കുറച്ച് സംസാരിച്ചു. ഞാൻ ക്ലാസ്സിൽ കുറച്ച് സംസാരിച്ചതിന് ശേഷം അവരെല്ലാരും ഓക്കെ മിസ് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. കുറച്ച് പേര് അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല, ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. മനസ്സിലായോ? സംസാരിച്ച എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളോട് സംസാരിക്കേണ്ട അവസ്ഥ വരും. അപ്പൊ ഞാൻ പറയാം. ഓക്കെ, അതുകൊണ്ട് മാക്സിമം പ്രസന്റ് ചെയ്യാൻ.
നമ്മുടെ ഉള്ളില് ടീച്ചേഴ്സ് ഉണ്ട്, ടീച്ചറാണ്, പക്ഷെ ആ ഒരു ടോൺ ആണെങ്കിലും ആ ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിലും മസ്റ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ തന്നെ ഇംപ്രൂവ് ചെയ്തെടുക്കണം, നമ്മൾ തന്നെ മോഡുലേഷൻ ചെയ്തെടുക്കണം, ഫോം ചെയ്യണം, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. കേട്ടിരിക്കുകയാണോ? വല്ലതും മനസ്സിലാവുന്നുണ്ട്? ഇല്ല കേട്ടിരിക്കും ഇവിടെ കേട്ടോ. ഓക്കെ, എനിക്ക് ആദ്യത്തെ ക്ലാസ്സിൽ കയറുമ്പോ എനിക്ക് പ്രസന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെ പറയുമ്പോ തെറ്റിപ്പോയാലും. പക്ഷെ ഇപ്പൊ പ്രസന്റ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് ഇംഗ്ലീഷിൽ വേണമെന്ന് പറയുമ്പോ നമുക്ക് പറയുന്നത് തെറ്റിപ്പോവോ, മിസ്റ്റേക്ക് ആവോ എന്നൊരു ഡൗട്ട് വരുമ്പോ നമുക്കൊരു തപ്പല് വരും. അതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. പ്രസന്റ് ചെയ്യാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടിപ്പില്ല. ഇപ്പൊ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ അല്ലെങ്കിലും നമുക്ക് എന്താണോ മനസ്സിലായത് അത് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അത് ഇംഗ്ലീഷിൽ പറയണമെന്ന് പറയുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട്, അതെനിക്ക് എപ്പോഴും ഒരു പ്രശ്നമായിട്ട്. ആഗ്രഹമാണ് ഇംഗ്ലീഷിൽ പറയണം എന്നുള്ളത്, ഇംഗ്ലീഷ് എനിക്ക് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണം എന്നുള്ളതും ഭയങ്കര ഒരാഗ്രഹം. അത് ഇപ്പൊ കോഴ്സിന് ചേരുന്നതിന് മുന്നേ എനിക്കത് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യം. പക്ഷെ എന്തോ ഒരു തടസ്സം, നമുക്ക് അറിയാം, കുറെ കാര്യങ്ങൾ അറിയാം ഇങ്ങനെയാണ് പറയുന്നത്, പക്ഷെ അത് പറയാൻ തുടങ്ങുമ്പോ തെറ്റിപ്പോവോ, ഞാൻ പറയുന്നത് ശരിയാവില്ലേ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് നമ്മൾ മൈൻഡിൽ കിടക്കുന്നതുകൊണ്ട് നമുക്കത് പുറത്തേക്ക് വരുന്നില്ല. അതാണ് ഒരു പ്രശ്നം. നല്ല പേടിയാണ്, തെറ്റിപ്പോകുന്നൊരു പേടി, വല്ലാത്തൊരു പേടിയാണ്. ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നിങ്ങൾ ടീച്ചർ ആയിട്ടില്ല, ഓക്കെ, പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ആക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ടീച്ചർ ആകും. ടീച്ചർ ആയിട്ട് ഇംഗ്ലീഷ് പൊട്ടത്തരം പറയുന്നതാണോ ബെറ്റർ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊട്ടത്തരം പറയുന്നതാണോ നല്ലത്? പഠിച്ചോണ്ടിരിക്കുമ്പോ പറയുന്നത്. അപ്പൊ ഇപ്പൊ പൊട്ടത്തരം പറയുന്നതാണ് പറഞ്ഞു, കുഴപ്പമില്ല. സ്കൂളിൽ പോയി പൊട്ടത്തരം പറയാണ്ടിരുന്നാൽ മാത്രം മതി, അപ്പൊ നാണെങ്കിൽ. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ധൈര്യമായിട്ട് പറയാം. ഓക്കെ, ക്ലാസ്സിൽ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വന്നതാണ്, എല്ലാവർക്കും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും തെറ്റിപ്പോകുന്നൊരു പേടി. തെറ്റും, ആ പേടിയേ വേണ്ട, തെറ്റുമല്ലോ, പേടിക്കുന്നേ, തെറ്റും ഷുവറാണ്. പഠിച്ചിട്ടില്ലല്ലോ നിങ്ങള്, മനസ്സിലായോ? പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഉറപ്പ് വരുള്ളൂ. ആ ഉറപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് പറഞ്ഞേ പറ്റൂ, പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. തെറ്റും, അതെനിക്കും അറിയാം. ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, സെന്റൻസ് നിങ്ങൾ അയക്കുന്ന എല്ലാ എക്സാമ്പിൾസും കറക്റ്റ് ആണോ? ആണോ? അല്ല, തെറ്റാണ്. എന്നിട്ട് ഞാൻ പറയുന്നുണ്ടോ തെറ്റാണ്? പറയുന്നുണ്ടോ? പറയുന്നില്ല. കാരണം എന്താ? നിങ്ങൾക്കത് അറിയില്ല. എനിക്കറിയാലോ, നിങ്ങളത് പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് സംസാരിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ സംസാരിക്കുക, ആ തെറ്റ് പറയാനുള്ള ധൈര്യവും കൂടെ നമുക്ക് വേണം. ടീച്ചേഴ്സിന് ഏറ്റവും ആവശ്യമായിട്ടൊരു സാധനം തെറ്റ് പറയാനുള്ള ധൈര്യമല്ല കേട്ടോ, ധൈര്യം. പക്ഷെ ഇവിടെ അതല്ല, നിങ്ങൾക്ക് ആ ഒരു തെറ്റാണ് ഞാൻ പറയുന്ന മിസ്റ്റേക്സ് ആണെങ്കിൽ ആ മിസ്റ്റേക്സിലൂടെ മാത്രമേ ആരും പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ കേൾക്കുന്ന ഇപ്പോ ആര് ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നോ അവര് തെറ്റാണ് ആദ്യം പറഞ്ഞത്. അല്ലാണ്ട് ജനിച്ചു വീഴുമ്പോ തന്നെ ഇംഗ്ലീഷ് പറയുന്നവരില്ല, മലയാളവും പറയുന്നവരില്ല. തെറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടികളാണെങ്കിലും മലയാളം പറയുന്നത് കറക്റ്റ് ആണോ? അവർ തെറ്റ് ഓ നല്ല നല്ല മലയാളമാണോ നമ്മ പറയുന്നത്? ആണോ? ആലോചിച്ച് നോക്കി നിങ്ങള്. ഒരിക്കലല്ല. നമ്മുടെ മലയാളത്തിലും മോശമാണ്, ഇതിനാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. മലയാളത്തിലും മോശമാണ്. നല്ലൊരു മലയാളം കേട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? നല്ലൊരു മലയാളം ബുക്ക് വാങ്ങുക, വായിച്ചു നോക്കും, മനസ്സിലാക്കാൻ പറ്റുമോ? മലയാളത്തിന്റെ ഓരോ വേർഡ്സ് പോലും നമുക്ക് ഇപ്പോഴും അറിയില്ല, സത്യം പറയാലോ, അറിയില്ല. അതുകൊണ്ട് ഒന്നിനും നമ്മൾ പെർഫെക്റ്റ് അല്ല. അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും. മദർ ടങ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സംസാരിക്കാൻ മാത്രമേ അറിയൂ. സ്ഫുടതയോടെ സംസാരിക്കാൻ അറിയില്ല, അത് വേറെ കാര്യം. ഓക്കെ, മലയാളം നല്ല വ്യക്തമായിട്ട് എഴുതാൻ അറിയോ? ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അറിയോ? ഇല്ല. ഓക്കെ, നല്ലൊരു മലയാളം പഠിച്ചൊരു അധ്യാപകൻ വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞ നമ്മൾ എഴുതുവോ? ചാൻസ് വളരെ കുറവാ. ഞാനും ഇല്ല, ഒരിക്കലില്ല, സത്യം പറയാതെ. അതുകൊണ്ട് ഏതൊരു ലാംഗ്വേജ് നമ്മൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, അത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് പേടി വേണ്ട. ഒരു സമയം കഴിഞ്ഞു, എത്ര പെട്ടെന്നാണ്, കുറച്ചുകൂടെ പറയാനുണ്ടായിരുന്നു എനിക്ക്. ഓക്കെ, അതുകൊണ്ട് പേടി വേണ്ട കേട്ടോ. ഇനി പ്രസന്റ് ചെയ്യുമ്പോ നിങ്ങളോട് ഞാൻ എന്തെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറഞ്ഞാല് പൊട്ട തെറ്റാണെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രം പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ, മലയാളം വേണ്ട. എന്റെ ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട, ഞാൻ സഹായിക്കും, അത് വേറെ കാര്യം. എന്താന്ന് വെച്ചാൽ വിളിച്ചു പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. എന്താന്ന് വെച്ചാൽ പറഞ്ഞോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാലോ. ഞാനിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പ്രപ്പോസിഷനെ കുറിച്ച് ചോദിക്കും, ഷുവർ ആയിട്ടും ചോദിക്കും. എല്ലാവരെയും വിളിച്ച് ഞാൻ ചോദിക്കും,
ഓക്കെ, അതും പറഞ്ഞില്ലല്ലോ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. എനിക്കൊരു കുഴപ്പമൊന്നും. എല്ലാത്തിനെയും വിളിക്കും ഞാൻ. ഇനി പേര് ടെക്സ്റ്റ് ചെയ്യൂ എന്നുള്ള പറയലൊന്നുമില്ല. ആദ്യം ഒരു പ്രാവശ്യം പറയും, ടെക്സ്റ്റ് ചെയ്തവരെ ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എല്ലാവരും വിളിക്കും. ഇംഗ്ലീഷില് പ്രസന്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, നിങ്ങൾ നന്നാക്കാൻ പറ്റുന്നത് ഞാൻ നോക്കാം. ഞാൻ സഹായിക്കില്ല കേട്ടോ. ഞാൻ ഒന്നും പറയാം ഇത് തെറ്റാണ്, അയ്യോ അങ്ങനെ വേണം ഒന്നും ഞാൻ പറയില്ല. അത് പറയാത്തതിന് കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഏതൊക്കെ പ്രപ്പോസിഷൻ ആണ്? സിൻസും ഡ്യൂറിങ്ങും മതി, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വേണം. സിൻസും ഡ്യൂറിങ് കുറേശ്ശെ പറയാം. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷില് പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ട് വരാം. കോൺഫിഡന്റ് ആയിട്ട്, ആക്റ്റീവായിട്ട് എന്നെ കൊണ്ട് പറ്റും. തെറ്റിയാലും ഞാൻ പറയും. ആരും കളിയാക്കൊന്നുമില്ല. കളിയാക്കാനായിട്ട് ഇവർക്ക് അറിയില്ല, മനസ്സിലായോ? കാരണം ആർക്കും വ്യക്തമായിട്ട് അറിയില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ മതി. കാരണം എല്ലാവരും നിങ്ങളെ പോലെയാണ്, എല്ലാവരും പഠിക്കാവുന്നവരാണ്. അല്ലാണ്ട് ഇവര് കളിയാക്കും എന്നൊരു ചിന്ത ആർക്കും വേണ്ട. ആരും കളിയാക്കില്ല. അപ്പൊ എന്നെ പോലെ എങ്ങനെ പറയാൻ പറ്റിയാല് എന്നൊക്കെ എനിക്ക് അവർ ചിന്തിക്കുക. ഇപ്പോ സുബി ഇംഗ്ലീഷ് പറഞ്ഞു, ബാക്കി എല്ലാവരും ഈ സുബി എന്താ ഇങ്ങനെ പറയുന്നേ എന്ന് അയക്കില് ചിന്തിക്കുക. ഓ, സുബിയെങ്കിലും പറയുന്നുണ്ടല്ലോ, എനിക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പറയണോ, പറഞ്ഞാലോ എന്നൊക്കെയായിരിക്കും നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറയാം. കേൾക്കുന്നവർ നമ്മളെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, അവർ അവരെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം ചമല് തോന്നുന്നു സുബി ചേച്ചി കേൾക്കുമ്പോ. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ആ ഒരു ഫ്ലുവൻസി വരും, മനസ്സിലായോ? ഒന്നും മൈൻഡ് ചെയ്യണ്ട. ആരും പറഞ്ഞോ മൈൻഡ് ചെയ്യണം. ഞങ്ങൾക്കൊക്കെ കോൺഫിഡൻസാ. ഒരാൾ പറയുമ്പോ നമുക്കും പറയാമെന്ന് ആഗ്രഹം. ഞാനേ പറഞ്ഞ ഇന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല, കുറച്ച് വൈകിയാ കയറിയത്. നാളെ നമുക്ക് നേരത്തെ, അടുത്ത ക്ലാസ് നേരത്തെ വരാട്ടോ. ഞാൻ ആദ്യം തന്നെ മഞ്ജുവിനെ വിളിക്കൂ കേട്ടോ. അയ്യോ മിസ്സേ, ഞാനൊന്ന് നോക്കട്ടെ, റിപ്പോർട്ടർ ക്ലാസ് കാണട്ടെ. ആ ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് മിസ്. വെരി ഗുഡ്, ക്യാൻ ട്രൈ. ഓക്കെ, അപ്പൊ ഒന്ന് മഞ്ജുവിന് ആ സിൻസും ഡ്യൂറിങ് ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. മഞ്ജുവിന് റെക്കോ ക്ലാസ് കണ്ട ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് സഹായിക്കും. പിന്നെ മഞ്ജു നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇംഗ്ലീഷില് സിൻസും ഡ്യൂറിങ് പറയണം. ഞാൻ വിളിക്കും. ഓക്കെ, രണ്ട് മഞ്ജുവിനെയും വിളിക്കും. ഓക്കെ മിസ്. ഓക്കെ, സന്തോഷമായിട്ട് സൈൻ ഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പോവാണ്. സമയം ഒരുപാട് സൈൻ ഔട്ട് വരാനുണ്ട്. പെട്ടെന്ന് പറഞ്ഞോട്ടോ. ആലോചിക്കട്ടെ മിസ്. ടുഡേ ക്ലാസ് വെരി വെൽ. അശ്വതി മിസ് ഉപദേശിക്കണേനെന്തെങ്കിലും. അശ്വതി മിസ് എന്ത് പറഞ്ഞ ഉപദേശിക്കണേനെന്താ ഇംഗ്ലീഷിൽ പറയണത്? അഡ്വൈസ് ഈസ് വെരി മിസ്സേ കിട്ടില്ലല്ലോ മിസ്സേ. ഒന്നും വന്നില്ല, തലയിലൊന്നും ഓർമ്മ വന്നില്ല, അതാ പ്രശ്നം. Advice is very beautiful. I am change my character. I try English speak. Miss, thank you in this class. All students, we try again English speak. Okay, thank you all. Very good. Very much support edu. Very good. Okay. Okay. Thank you all. See you on the next class. Okay, bye. Thank you, ma'am.